ഹൃദയം തകർക്കുന്ന കാഴ്ചകളാണ് നമ്മുടെ വയനാട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഒന്നും അറിയാതെ മരണത്തിലേക്ക് നടന്നുപോയവർ, അതിൽ പിഞ്ചുകുട്ടികൾ മുതൽ വൃദ്ധർ വരെ. ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഒരു ഞെട്ടലോടെയും കണ്ണു നിറയ്ക്കാതെയും നമുക്ക് കേൾക്കാനാകില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടുകിടക്കുന്ന ഈ ചെറിയ ഭൂമിയിൽ പലതരത്തിലുള്ള ജനങ്ങളുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഓടിയെത്തുന്നവരാണ് അവരിൽ അധികവും. അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് വയനാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതിനിടയിലും രാഷ്ട്രീയം കളിക്കുന്ന ചിലരുണ്ട്. ഒരേ മനസ്സോടെ ഈ ദുരിതത്തിൽ നിന്നും കരകയറാനുള്ള ശ്രമങ്ങളിൽ കേരളം മുഴുകുമ്പോൾ സ്വന്തം നാട് തകരണം എന്നാഗ്രഹിക്കുന്ന കുറേ പാഴ്ജന്മങ്ങൾ. അതൊന്നും കാര്യമാക്കേണ്ട എന്ന് തന്നെയാണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. ദുരന്തങ്ങളിൽ നിന്നും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി നിന്ന് കരകയറുവാനുള്ള ശീലമാണ് നമുക്കുള്ളത്. ആദ്യം അതിജീവനം, അത് കഴിഞ്ഞു മതി ദുരിതത്തിൽ സന്തോഷിക്കുന്ന ഇത്തരം നികൃഷ്ട ജന്മങ്ങളുടെ തനിനിറങ്ങൾ തുറന്നു കാട്ടൽ. എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളം, പ്രത്യേകിച്ചും വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ ദുരന്തത്തിൽ നിന്നും കരകയറട്ടെ. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമമായ ആജിതക്കിൽ വന്ന ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കേരളത്തിലെ കാലാവസ്ഥ മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറേയേറെ വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അറബിക്കടലിൽ ചൂട് വർദ്ധിക്കുകയാണെന്നും അതുമൂലം രൂപപ്പെട്ട ഒരു കൂട്ടം മേഘങ്ങളാണ് കേരളത്തിൽ നാശം വിതച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, ഇനിയുള്ള ഒരാഴ്ച അത്യന്തം അപകടം നിറഞ്ഞ സമയമാണെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അടുത്ത 2-3 ദിവസത്തേക്ക് കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നു. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 2 വരെ കേരളത്തിൽ പലയിടത്തും ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാകാമെന്നാണ് മുന്നറിയിപ്പ്. ഇതിൽ വയനാടും ഉൾപ്പെടുന്നുണ്ട്. ജൂലൈ 30-നും 31-നും അതിശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. ഏകദേശം അതുപോലെ തന്നെ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. വീണ്ടും ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ടാകും എന്ന മുന്നറിയിപ്പുകളും എത്തിയിരുന്നു. ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശമാണ് ലഭിച്ചത്. ആദ്യ 24 മണിക്കൂറിൽ 7 മുതൽ 11 സെൻറ്റിമീറ്റർ മഴയും 2-ാം ദിവസം 12 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ മഴയും ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നത്. അതിനർത്ഥം ഇതൊരു വല്ലാത്ത കാലാവസ്ഥ തന്നെയാണ് എന്നുള്ളതാണ്. വയനാടിനൊപ്പം ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലേക്കും അതിൻ്റെ ആഘാതം വ്യാപിക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 2-ാം ദിവസം ഏതാണ്ട് ഇതേ പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും സൂചന തന്നിരുന്നു. എന്നാൽ മഴക്കെടുതിയിലും വയനാട്ടിൽ ഉരുൾപൊട്ടിയ ഇടത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വേഗത്തിലാണ് കടലിന് മുകളിലൂടെ കാറ്റ് വീശുന്നത്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും വൻ നാശനഷ്ടത്തിന് സാധ്യതയുണ്ട്. വെള്ളപ്പൊക്കം, വീടുകൾക്ക് കേടുപാടുകൾ, മരങ്ങൾ കടപുഴകി വീഴൽ, വൈദ്യുതി വിതരണം തടസ്സപ്പെടൽ തുടങ്ങിയ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം മഴ പെയ്യുന്നത്? കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രത്തിൽ കേരളത്തിന് സമീപം മഴമേഘങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നത് വ്യക്തമായി കാണാൻ കഴിയും. നമുക്കറിയാം, കേരള സംസ്ഥാനത്തിൻ്റെ വലിപ്പം പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിന് നീളം കൂടുതലാണ്, വീതി കുറവും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രദേശമായ കേരളത്തിൻ്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പർവ്വതങ്ങൾ ഈ സഞ്ചരിക്കുന്ന മഴമേഘങ്ങൾക്ക് പടരാനോ കൂടുതൽ നീങ്ങാനോ വഴി നൽകുന്നില്ല. 2013 കേദാർനാഥിൽ ദുരന്തമുണ്ടായി. അവിടെയും മഴമേഘങ്ങൾ പർവ്വതങ്ങളിൽ കുടുങ്ങിയിരുന്നു. ഈ രീതിയാണ് വയനാട്ടിലും കണ്ടത്. വയനാട്ടിൽ ഇത്രയും ഭീകരമായ നാശമുണ്ടാകാനുള്ള കാരണവും ഇതുതന്നെ. അറബിക്കടലിൽ അതിവേഗം ചൂടാകുന്നുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ അഡ്വാൻസ്ഡ് സെൻറ്റർ ഫോർ അറ്റ്മോസ്ഫിയർ റഡാർ റിസർച്ച് ഡയറക്ടർ അഭിലാഷ് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിലവിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതുമൂലം 2 ദിവസമായി കൊങ്കൺ മേഖലയാകെ ദുരിതത്തിലാണ്. 2019 സംഭവിച്ച അതേ സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നിലവിൽ ഒരു മെസോസ്കെയിൽ ക്ലൗഡ് സിസ്റ്റം, അതായത് സമാന്തരമായി ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ഇടിമിന്നലുകൾ കൂടിച്ചേരുന്ന പ്രക്രിയ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ കേരള മേഖലയിൽ മേഘങ്ങൾ കൂടാനുള്ള കാരണം എന്താണ്? കേരളത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന അറബിക്കടലിൽ വളരെ കട്ടികൂടിയ മഴമേഘങ്ങൾ വികസിക്കുന്നതായി ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചിട്ടുണ്ട്. അറബിക്കടലിൻ്റെ തെക്ക് ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത്. ഉൾക്കടലിലാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നതെങ്കിലും പലപ്പോഴും അത് ഭൂമിയിലേക്ക് നീങ്ങുന്നു. 2019 സംഭവിച്ചതുപോലെ കാലാവസ്ഥാ വ്യതിയാനം മൂലം അറബിക്കടൽ തുടർച്ചയായി ചൂട് പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് മുകളിലെ അന്തരീക്ഷത്തിൽ അതിൻ്റെ പ്രതീതി അനുഭവപ്പെടുന്നുണ്ട്.
കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ചൂടിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ അസന്തുലിതാവസ്ഥ കാരണം കട്ടികൂടിയ മേഘങ്ങളുടെ ശേഖരണം സംഭവിക്കുന്നു. മുമ്പ് വടക്കൻ കൊങ്കൺ മേഖലയിലാണ് ഇത്തരത്തിലുള്ള കാലാവസ്ഥയുണ്ടായിരുന്നത്, നോർത്ത് മംഗലാപുരത്തിൻ്റെ മുകൾ ഭാഗത്ത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം അതിപ്പോൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിലവിൽ ഇപ്പോൾ അത് കേരളത്തിന് മുകളിലാണ്. മാത്രമല്ല, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനമനുസരിച്ച് കേരളത്തിലെ മൊത്തം പ്രദേശത്തിൻ്റെ 43% ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണ്. ഇടുക്കിയുടെ 74% ഭൂമിയും വയനാടിൻ്റെ 51% ഭൂമിയും മലഞ്ചെരിവുകളാണ്. അതായത് മണ്ണിടിച്ചിലിന് എപ്പോഴും സാധ്യതയുണ്ടെന്നർത്ഥം. 1848 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പശ്ചിമഘട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ചരിവ്. ഈ പറയുന്ന ഇടുക്കി, വയനാട് ജില്ലകൾ പശ്ചിമഘട്ടത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നവയാണ്. പശ്ചിമഘട്ടം അതായത് വയനാട്, കോഴിക്കോട്, മലപ്പുറം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് പ്രധാനമായും വ്യാപിച്ചു കിടക്കുന്നത്. ഈ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നത്. 2019 കേരളത്തിലെ 8 ജില്ലകളിലായി 80 ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായത്, അതും വെറും 3 ദിവസം കൊണ്ട്. ഇതിൽ 120 പേർ കൊല്ലപ്പെട്ടു. 2018 10 ജില്ലകളിലായി 341 ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. 2695 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പീഠഭൂമി പ്രദേശം, അതായത് 8841 അടി വിസ്തൃതി. കേരളത്തിൻ്റെ 40% പ്രദേശവും പശ്ചിമഘട്ടം മലനിരകളാണ്. വലിയ രീതിയിൽ ആർദ്രതയുള്ള വന്യമായ പ്രദേശം. ചെറിയ മഴ പെയ്താൽ പോലും മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലം. അത്തരമൊരു പ്രദേശത്തിന് നടുവിലാണ് വയനാട്. 2130 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വയനാടിനെ ഭൂമിശാസ്ത്രപരമായി 4 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അവ പെനിൻസുലാർ ജെനസിക് കോംപ്ലക്സ്, മിഗ്നാറൈറ്റ് കോംപ്ലക്സ്, ചർണോക്കൈറ്റ് ഗ്രൂപ്പ്, വയനാട് ഗ്രൂപ്പ് എന്നിവയാണവ. വടക്കൻ മേഖലയിലാണ് വയനാട് ഗ്രൂപ്പിൻ്റെ ഭാഗം. തെക്ക് കിഴക്ക് പ്രദേശങ്ങളിൽ ചെർണോക്കൈറ്റ്. യഥാർത്ഥത്തിൽ ആ പ്രദേശങ്ങളിലെ മണ്ണും കല്ലും വിശദീകരിക്കുന്നതിനുള്ള ഒരു രാസഭൗമശാസ്ത്ര മാർഗമായാണ് ഭൂമിയെ ഇത്തരത്തിൽ വേർതിരിച്ചിരിക്കുന്നത്. 2084 മീറ്റർ ഉയരത്തിലാണ് വയനാട് ജില്ല സ്ഥിതി ചെയ്യുന്നത്. കബനി നദിയിൽ നിന്നും അതിൻ്റെ ശാഖകളിൽ നിന്നുമാണ് ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങൾക്കും വെള്ളം ലഭിക്കുന്നത്. സമുദ്രങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, കാരണം ചുറ്റും കുന്നുകളാണ്. ജില്ലയുടെ കിഴക്കൻ ഭാഗം 1000 മുതൽ 1400 മീറ്റർ വരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂരിഭാഗം പ്രദേശത്തും മണ്ണുപോലെയുള്ള കളിമണ്ണാണ്. മണ്ണ് ദുർബലവും വഴുവഴുപ്പുള്ളതുമാണെന്നർത്ഥം. അതിനാൽ മണ്ണിടിച്ചിൽ സാധ്യത വളരെയധികം ഈ പ്രദേശത്തുണ്ട്. വയനാട് മേഖലയിൽ ഇത്രയധികം ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൽ ആദ്യം പറയേണ്ടത് വനനശീകരണം എന്നു തന്നെയാണ്. 100 വർഷത്തിലേറെയായി തേയിലത്തോട്ടങ്ങൾക്ക് പേരുകേട്ട ഇടമാണ് കേരളം. എന്നാൽ മരങ്ങളുടെയും ചെടികളുടെയും കുറവ് കാരണം വനങ്ങൾ കുറഞ്ഞു. വനങ്ങൾ അതിവേഗം വെട്ടിമാറ്റപ്പെടുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം മഴയുടെ രീതിയിലും മാറ്റം വന്നിട്ടുണ്ട്. ഇതുമൂലം ചരിവുള്ള പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ വർദ്ധിച്ചു വരികയാണ്. 2. ഭൂമിശാസ്ത്രപരമായ സ്ഥാനം. ഉരുൾപൊട്ടലിനുള്ള കാരണങ്ങളിലൊന്നായി വയനാട് ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും കണക്കുകൂട്ടാം. പശ്ചിമഘട്ടത്തിലെ പീഠഭൂമികളുടെ നടുവിലാണ് ഈ ജില്ല സ്ഥിതി ചെയ്യുന്നത്. വളരെ കുത്തനെയുള്ള ചരിവുകളാണിവ. താഴ്വരകളുണ്ട്, കുന്നുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനുള്ള സാധ്യത കൂടുതലാണ്. 3. കനത്ത മഴ. മൺസൂൺ കാലത്ത് വയനാട്ടിൽ ചിലപ്പോൾ 2000 മില്ലിമീറ്ററിലധികം മഴ പെയ്യാറുണ്ട്. ഇതുമൂലം മണ്ണ് നനവുള്ളതായി മാറുന്നു. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ഘടന തകരാൻ സാധ്യതയേറെയാണ്. സ്വാഭാവികമായി മണ്ണിടിച്ചിൽ സംഭവിക്കുന്നു. 4. മണ്ണിൻ്റെ ഗുണനിലവാരം. വയനാട്ടിൽ കൂടുതലും ലാറ്ററൈറ്റ് മണ്ണാണ്, അതായത് വളരെ ദുർബലവും പെട്ടെന്ന് തകരുന്നതുമാണ് അതിൻ്റെ ഘടന. മഴയാൽ അത് നനവുള്ളതായി മാറുമ്പോൾ അതിൻ്റെ ഭാരം വർദ്ധിക്കും. തന്മൂലം പിടിച്ചിരിക്കാനുള്ള ശക്തി നശിക്കും. ഇതേ തുടർന്ന് സ്വാഭാവികമായും ഉരുൾപൊട്ടലുകൾ സംഭവിക്കും. ഇക്കാര്യങ്ങൾക്കൊപ്പം തന്നെ ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഭൂമിയുടെ ദുരുപയോഗം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത്. ഏകദേശം 1 ദശാബ്ദം മുൻപ് നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സ്റ്റഡീസ് ഒരു അപകട മേഖലയുടെ ഭൂപടം ഉണ്ടാക്കിയിരുന്നു. അന്ന് സുരക്ഷിതമായിരുന്ന വയനാട് പ്രദേശം ഇപ്പോൾ വൻ അപകടത്തിലാണ്. 2018-19 വയനാട്ടിലെ വൈത്തിരിയിൽ നടന്ന ഉരുൾപൊട്ടലിൽ തകർന്ന വീടുകളിൽ 41% ചരിവുകളിൽ നിർമ്മിച്ച വീടുകളായിരുന്നു. 29% റോഡുകളുള്ള പ്രദേശങ്ങളിലും 10 മുതൽ 17% വരെ മരങ്ങളും ചെടികളുമുള്ള സ്ഥലങ്ങളിലുമാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചത്. എന്നാൽ വളരെ കുറച്ച്, അതായത് വെറും 3% മാത്രമാണ് വനത്തിനുള്ളിൽ ഉരുൾപൊട്ടൽ സംഭവിച്ചത്. ഇതിനർത്ഥം ഭൂമി കയ്യേറി നിർമ്മിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളെയാണ് ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്ന് തന്നെ. പ്രകൃതിക്ഷോഭം മൂലം തകർന്നടിഞ്ഞ വയനാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ പിടിച്ചു കയറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ.